അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാശ്മീരിലെ ദാൽ ലേക്കിലാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. നമ്മളിതാ ബോട്ട് ഗേറ്റ് നമ്പർ 18 കൂടി ബോട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ശിക്കാര ഏതാണെന്ന് അറിയില്ല. ഇതാണ് ശിക്കാര. പൈസ കൊടുത്തോ യമേ? ഇതാണ് നമ്മുടെ ശിക്കാര കേട്ടോ. പ്യാർ കി റിശ്ത. डैजिंग बोर्ड कबूतर खाना फ्लोटिंग गार्डन लोटस लेक मिशन कश्मीर मार्केट नेहरू पार्क और वो वाटर लिली का पता भी दिखाना. चला बैठो 12 से लेना സാഹസികമായിട്ട് പിടിച്ചോ. ഈശ്വര ഓ പറഞ്ഞു കൊടുത്തു. 8 പോയിന്റും പറഞ്ഞിക്കണ്. ഡ്രൈവർ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. കാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ മാറ്റി തരുന്നുണ്ട്. കണ്ടോ, ഇതാണ് മൊബൈൽ ചാടിയാൽ കിട്ടൂല, പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശിക്കാര യാത്ര ആരംഭിച്ചിരിക്കുന്നു ഗൈസ്. തെളിവ് ശിക്കാര. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ കേട്ടോ. 7 പോയിന്റ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 1200 റുപ്യക്ക്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് നമ്മളിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വന്നു. ഇതിപ്പോൾ ചായക്കാരനാണ്. ചായക്കാരൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ചായക്കാരൻ്റെ റോള് കഴിഞ്ഞാൽ ഇതാക്കണം അടുത്ത ആള് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത വള കമ്മൽ കച്ചവടക്കാരനെ നമ്മൾ മുളയിലേന്ന് ഉള്ളിക്കളഞ്ഞു. കാണിച്ചു തരാൻ വേണ്ടി അവസരം തന്നില്ല. അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ മുളയിലേന്ന് ഉള്ളിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ 10:35 ശിക്കാരിൽ കയറിയത്. 7 പോയിന്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. 7 പോയിന്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര മൂടൽ മഞ്ഞാണ് കേട്ടോ കാശ്മീർ കംപ്ലീറ്റ്. നമ്മൾ ഇന്നലെ അന്ന് മുതൽ കാണുന്നതാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. ബോട്ടുകൾ ഇത് താമസിക്കാനുള്ള ബോട്ടുകൾ കേട്ടോ. നമ്മുടെ ആലപ്പുഴത്തെ പോലെ വെള്ളത്തിൽ കൂടി വരുമൊന്നുമില്ല. അവിടെ ഇങ്ങനെ ബോട്ടിൻ്റെ ആംബിയൻസിൽ താമസിക്കാം. ഇവിടെ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ബോട്ടിൽ പോവും. ഓരോരോ കച്ചവടക്കാർ ഇങ്ങനെ വന്ന് അടുപ്പിക്കും ഓരോരോ സംഭവങ്ങൾ. ഇതുണ്ടോ, ഇതിപ്പോൾ നേരത്തെ വന്ന പോലെ കരകൗശല വസ്തുക്കളുടെ വേറൊരു ഡീലർ. गिफ्ट आइटम ഇയറിംഗ് के सेट रहता है. ഞാൻ മറ്റേ ദുബായ് പോയപ്പോൾ മറ്റേ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഉണ്ട്, സാധനമുണ്ട്. ഏതാണ് കുക്ക്? 4-5 ലേക്കിന്റെ നടുക്കുള്ളൊരു ബോട്ടാട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ സീസണിൽ ഒരുപാട് ആക്ടിവിറ്റി നടത്തുന്ന ഒരു സ്ഥലമാണ്. അതായത് വാട്ടർ ബൈക്ക്, അതുപോലെ സ്പീഡ് ബോട്ട്. പിന്നെ ആ സ്പീഡ് ബോട്ടിന്റെ ബാക്കിൽ ആ അധികം പിടിച്ചിരിക്കണ പരിപാടിക്ക് എന്താ പറയടാ, എന്തോ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ ഏകദേശം കുറെ പോകുന്നില്ല, മഞ്ഞായതുകൊണ്ട് വ്യൂ ഇല്ല. और कुछ शिकारा सर गिफ्ट के लिए यादगार रहेगा ना सर. जैसा विलेज शॉपिंग सर, जैसा विलेजर सर, सर डिफरेंट शॉपिंग सर. और कुछ ऐसे कुछ सर जैसा बैलेंस रहेगा सर. यूज करना दूध के साथ या पानी के साथ थोड़ा थोड़ा. ये शरीर में शक्ति के लिए होता है सर. ये नॉवल्टी चीज है सर. ലേന്നോ? ले लद्दाख से आता है, पत्थर में निकलता है, पत्थर का पसीना. അതെന്താ ആ സഞ്ചിയിലുള്ള പൊടി എന്താ? ये है उसके लिए भी लगता है. ये किसी को कोई भी यूज कर सकता है. ശക്തി ഉണ്ടാവും. ये कोई थकावट वकावट होता है ना, वो खत्म हो जाए. മുസ്താഖ് ഭായ്. अगर ज्यादा लेगा सर 170.
അങ്ങനെ നമ്മളെ പോയി മീന ബസാറിൽ വന്നു കേട്ടോ. ഇവിടെയാണ് ഷോപ്പിംഗ് ഒക്കെ ഉള്ളത്. എത്ര സമയം ഇപ്പം നമ്മൾ കയറിയിട്ടടാ? സമയത്തിന് 1 മണിക്കൂറായി കേട്ടോ. 1 മണിക്കൂറായി നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേക്കിന്റെ ബാക്ക് വശത്ത് വന്നു കേട്ടോ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഹൗസ് ബോട്ടുകളല്ല, ഹൗസ് ബോട്ട് സ്റ്റേ. അതെ, ഇവിടെയാണ് കൂടുതൽ ഫോറിനേഴ്സ് വരുന്നതെന്നാണ് ഇവർ പറയണത്. അതായത് ലോക്കൽ സംഭവങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് വരാത്തതുകൊണ്ട് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമത്രേ ഈ ഭാഗം. ഇവിടെ പക്ഷേ കുറച്ച് തണുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. കാറ്റുള്ളതുകൊണ്ടാണെന്നാണ് നമ്മളെ ബോട്ടുകാരൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് ആ വിഷയം ഉണ്ടായില്ല. ഇതൊക്കെ താമരക്കുളങ്ങളാട്ടോ. ജൂലൈ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ താമര വിരിഞ്ഞിരിക്കുന്നത് കാണാം എന്നാണ് നമ്മുടെ ബോട്ട് മാൻ പറഞ്ഞത്. ദാൽ ലേക്കിലെ കുളക്കോയി കേട്ടോ, ജൽമുറുകി. നമ്മളെ നാട്ടിലത്തെ ആ സ്ലിമ്മായിട്ടുള്ള മുറുകിയല്ല, നല്ല ആരോഗ്യമുള്ള പ്രാവ് ലുക്കിലുള്ള മുറുകി. ഇതൊക്കെ വളർത്തു താറാവാട്ടോ. ദാൽ ലേക്കിൽ വന്നിട്ട് താറാവ് വേറെ ഉണ്ടല്ലോ. ഹായ്. നമ്മുടെ ദാൽ ലേക്കിലെ സവാരി അവസാനിക്കാൻ പോവാണ്. ജിം എത്ര സമയം എടുത്തു? കറക്റ്റ് 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇപ്പം നമ്മളെ ദാൽ ലേക്കിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോയി ഇതിനെ ചുറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വേറെ നല്ല അടിപൊളി സ്ഥലങ്ങൾ, നമ്മൾ സാധാരണ ശിക്കാര വരുന്ന ഭാഗങ്ങൾ മാത്രമല്ല കാണല്ലേ, അതല്ലാത്തൊക്കെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. മരത്തിൻ്റെ എല്ലാം പഴയ ബിൽഡിങ് തന്നെയാണ്. മരം കൊണ്ട് തട്ടിടിച്ചിട്ടേ ബിൽഡിങ് ഉണ്ടാക്കി അല്ലേ. നമ്മൾ അവിടെ നിന്ന് ശ്രീനഗറിലൊരു ജുമാ മസ്ജിദ് ഉണ്ട്, അസ്രത്ത് ദർഗ. ജുമാ മസ്ജിദ് അല്ല, ദർഗകളെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ടുള്ളതാണ്. കണ്ണടച്ച് കയറാം. അങ്ങനെ നമ്മുടെ വണ്ടി ഒന്ന് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 5000 കിലോമീറ്റർ നമ്മൾ നാട്ടിൽ നിന്ന് ഇതുവരെ ഓടിയിട്ടുണ്ട്. ഒരു അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ 2-3 സ്റ്റോപ്പുകളുണ്ട്. അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ കയറി നമ്മൾ പറയട്ടെ ചെക്ക് ചെയ്തിട്ട്. അങ്ങനെ വീൽ അലൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്നേ ഒരു സാധനം കഴിക്കാൻ പോയാൽ കാശ്മീരി വിൻ്റർ സ്പെഷ്യൽ അലീസ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ ഇത് സുബൈക്കാണ് കഴിക്കൽ. നാളെ സുബൈക്ക് കഴിക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിന്ന് വൈകിട്ട് ഇവിടെ ദിൽഷാദ് റെസ്റ്റോറൻറ്റ് പറഞ്ഞൊരു കട ഉണ്ട്. ആ കടയിൽ കയറിക്കാണ്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ കട ക്ലോസ്ഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതാണ് ഹോട്ടൽ. എന്താ ഇവിടുത്തെ തിരക്കില്ലേ. ഇതെന്താ റൊട്ടി അൺലിമിറ്റഡാ? അൺലിമിറ്റഡ് റൊട്ടി. ഫുള്ള് ആൾക്കാരെ ഫുൾ പാർസലാട്ടോ പോണത്. കവർ വരെ ബ്രാൻഡ് ചെയ്തിട്ട് ആണ് ഇവർ വെക്കണത്. ഒരു ഫുള്ള് അലീസക്ക് 300, ഹാഫിന് 150, പിന്നെ 200 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പം നമ്മളൊരു 3 ഹാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ നോക്കാം. അപ്പം ഇതാണ് അലീസ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മത്ത് എന്താ സാധനം? മട്ടൻ പോട്ടി. മട്ടൻ പോട്ടി, മട്ടൻ്റെ ഒരു സംഭവം. ഇതുപോലെ റൊട്ടിയും കൂട്ടി അടിക്കുക.
കാശ്മീരി ഹലിസ. വെക്കണു. ചൂടുള്ള